ഈ ഒരു പ്രണയം അവസാനിപ്പിക്കുമ്പോഴേ ഒരു പാർട്ട്ണറിനെ കൊല്ലാനുള്ള ഒരു മനസ്സ് എങ്ങനെയാണ് മറ്റൊരാൾക്ക് വരുന്നത്? അല്ലെങ്കിൽ അവിടെ എന്തുകൊണ്ടാണ് അത്രമാത്രം ഒരു വയലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? ഈ ഒരു കേസ് നമ്മൾ നോക്കുമ്പം നമ്മൾ ഈ റിലേഷൻഷിപ്സിൽ ഈ പൊസസീവ്നെസ് കാണും. അതായത് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പാർട്ട്ണർ എൻ്റേത് മാത്രമാണ്. അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇവൻ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്താൽ പോലും ആ ആൾ നാളെ മറ്റൊരാളുടെ കൂടെ നിൽക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കില്ല. അത് എനിക്ക് വളരെ പെയിൻഫുൾ ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ആ ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ എന്നെ എങ്ങനെ സ്വയം രക്ഷിക്കുന്നത്? എൻ്റെ പാർട്ട്ണറെ ഇല്ലാതാക്കും. അതായത് എൻ്റെ കൂടെ നിൽക്കുന്ന, ഇപ്പം പൊതുവേ ഇത് ആൺകുട്ടികളാണ് കണ്ടുവരുന്നത്. കാര്യം നമ്മൾ ഒത്തിരി കേസുകൾ കണ്ടു. പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു, വിഷം കൊടുക്കുന്നു, ആസിഡ് ഒഴിക്കുന്നു. അതായത് എൻ്റെ കൂടെ ഇന്ന് നിന്ന ആ കുട്ടി നാളെ മറ്റൊരു പുരുഷൻ്റെ കൂടെ അല്ലെങ്കിൽ സ്ത്രീയുടെ കൂടെ നിൽക്കാൻ ഞാൻ കാണാൻ തയ്യാറല്ല. ആ ഒരു ഇവൻറ്റ് എത്താതിരിക്കാൻ വേണ്ടി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഫീസിബിളായിട്ടുള്ളൊരു ഓപ്ഷൻ ആ വ്യക്തിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി അവർ ഈ സ്റ്റെപ്പുകളൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കേണ്ടത്, ഇവർ നോക്കുന്നത് എൻ്റെ ലൈഫിൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു എക്സിസ്റ്റൻസ് ഇല്ല. എൻ്റെ ലൈഫ് പൂർത്തീകരിക്കണമെങ്കിൽ ആ വ്യക്തി വേണം എന്നുള്ള കൺസെപ്റ്റാണ് അവർക്ക്. അപ്പം എൻ്റെ ലൈഫിൻ്റെ എല്ലാമായ ആ കുട്ടി എൻ്റെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോകും. നാളെ എനിക്കവിടെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല. അതൊരു കംപ്ലീറ്റ്ലി ഒരു ഡിസോറിയൻറ്റഡ് മെക്കാനിസമാണത്. അതിന് 100 ഇഷ്യൂസ് ഉണ്ടാവാം. അത് പലപ്പോഴും അവർ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ അവരുടെ ചൈൽഡ്ഹുഡ് ഇഷ്യൂസും മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട് അവിടെ. സോ ഇങ്ങനത്തെ കേസുകളിൽ നമ്മളിങ്ങനെ വ്യക്തികളെ നമ്മൾ കൗൺസിലിങ്ങിന് കൊണ്ടുവരികയും വി റിയലി ഹാവ് ടു ടോക്ക് ടു ദം. ഇപ്പോൾ ഒരു കുറച്ച് കൂടി വരുന്നുണ്ടത്. ഞാനും ഹാൻഡിൽ ചെയ്യുന്ന പല കേസുകളിലും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം ചിലരൊക്കെ ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന പാർട്ട്ണറിൻ്റെ ഞാൻ ആളോട്ടൊരു ഫൈറ്റ് ആയി കഴിഞ്ഞാൽ ആളുടെ ഇൻറ്റിമേറ്റ് ഫോട്ടോസോ വീഡിയോസൊക്കെ ഉള്ളത് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഫാമിലിയെ കൊണ്ട് കാണിച്ചു കൊടുക്കുക. വിച്ച് ക്ലിയർലി മീൻസ് ദാറ്റ് ഞാൻ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ആൾക്കൊരു എക്സിസ്റ്റൻസിൻ്റെ ആവശ്യം അവിടെ ഇല്ല. നീ എൻ്റെതല്ലെങ്കിൽ നീ മറ്റാളുടെ ആകണ്ട. സോ നീ മറ്റൊരാളുടെ ആകാതിരിക്കാൻ വേണ്ടി ഏതൊരു രീതിയിൽ ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ നോക്കും. സോ അവിടെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദാറ്റ് ഗേൾ, ഇറ്റ് ഈസ് അബൌട്ട് മീ. അതെൻ്റെ വീക്ക്നെസ്സാണ്.